നിങ്ങൾ 2-3 ആളുകൾ പലതും പറഞ്ഞതിന് എല്ലാം എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു എന്ത് വികസനം നടത്തി? ജി സുധാകരനോട് പോയി ചോദിക്ക്. പിന്നെ നിങ്ങളുടെ പിണറായി വിജയന്റെ മരുവാനില്ലേ റിയാസ്, അയാളോട് പോയി ചോദിക്ക്. കഴിഞ്ഞ ദിവസം അയാളുടെ വാർത്ത വന്നിട്ടുണ്ട്, ജി സുധാകരന്റെ വാർത്തയുണ്ട്. ഈ കേരളത്തിൽ 40 വർഷമായി നടക്കാത്ത ഹൈവേയുടെ വികസനം, ഈ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് മുദ്ര ലോൺ 3233 കോടി മുദ്ര ലോൺ കൊടുത്തു. നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ അടക്കം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു രാജ്യം, അത് ഈ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യ. നിങ്ങൾ എന്താ വിചാരിച്ച് ഇന്ത്യ ലോകത്തിന് 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എന്താ? 60% ജനങ്ങൾ പട്ടിണിയ. ചങ്ങാതി 10 കൊല്ലമായിട്ടുള്ളൂ മോദി ഭരിച്ചിട്ട്. നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യ, നിങ്ങൾ 60 വർഷം ഭരിച്ചവരല്ലേ? ഈ 60 വർഷം ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റിയില്ല, നല്ലൊരു കക്കൂസ് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്. കക്കൂസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്. നിങ്ങളാണ് ഇവിടെ വന്നത് കഥാപ്രസംഗം പറയുന്നത്. ഒരു മര്യാദ വേണ്ട ചങ്ങാതി. ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം നെഹ്റു കുടുംബത്തിനല്ലേ? എന്നിട്ട് നിങ്ങളിപ്പോ ഇവിടെ വന്ന് പറയുകയാണ് അതൊക്കെ നരേന്ദ്രമോദിയാ. ഫാസിസത്തെ കുറിച്ച് നിൽക്ക് 1 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 1 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഫാസിസത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പറയാമെന്ന്. ഫാസിസത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഫാസിസം എന്ന് പറഞ്ഞാൽ കുടുംബാധിപത്യമാണ് അതിന്റെ 1ാമത്തെ മുദ്ര. ഒരു കുടുംബത്തെ വെച്ച് ഇന്ത്യയെ വിലപേശിക്കൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ? ആ ഗാന്ധി എന്നുള്ള യഥാർത്ഥ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുമായി പുലബന്ധമില്ലാത്തവര് ഗാന്ധിയുടെ പേരും പറഞ്ഞ് നടക്കല്ലേ നിങ്ങൾ? നിങ്ങളാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട്. വാസ്തവത്തിൽ കെജ്രിവാളിന്റെ വിഷയത്തിൽ ആദ്യം പത്രസമ്മേളനം നടത്തിയത് ആരാ? അജയ് മാക്കനല്ലേ? അജയ് മാക്കനല്ലേ? നിങ്ങൾക്ക് ഒരു വിവരമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചോദിക്കുന്നത് എന്താ? എങ്ങനെയാണ് ഇപ്പോ മറ്റേ ഇ ഡി വരുന്ന കരുവന്നൂരിൽ ഇ ഡി വന്നത് എങ്ങനെയാ? ആപ്പിന്റെ നേതാവിനോടൊരു ചോദ്യം, കരുവന്നൂരിൽ ഇ ഡി വന്നത് എങ്ങനെയാ? അഴിമതി പണം അക്കൗണ്ടിലേക്ക് പോയാൽ ഇ ഡി വരും. അഴിമതി പണം അക്കൗണ്ടിലേക്ക് പോയാൽ ഇ ഡി വരും. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. അത് അറിയില്ലെങ്കിൽ നിങ്ങൾ പറ. അജിത് പവാറിനെ അല്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കൂടെ ഞാന് ബൽദേവിനോട് ചോദിക്കട്ടെ. അല്ല, ബൽദേവിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ബൽദേവേ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതിനാ മറുപടി പറയണ്ടേ? അല്ല, ഇങ്ങനെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ്.